ഇന്ന് നല്ലൊരു മീൻകറി ഉണ്ടാക്കി കാണിക്കാം. ഇത് കോട്ടയം മീൻകറിയെക്കാട്ടിലും നല്ല രുചിയുള്ളതാണെന്ന് എല്ലാവരും പറയുന്നത്. എൻ്റെ അനിയത്തി ലേഖയായി എനിക്ക് ഈ മീൻകറി കാണിച്ചു തന്ന് പഠിപ്പിച്ചത്. അത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാം. ഈ മീൻകറിക്ക് വേണ്ട സാധനങ്ങൾ: 350 ഗ്രാം ആവൂലി ഈ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഒരു 6 ചെറിയ ഉള്ളി ഷാലറ്റ്സ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഈ 4 സാധനങ്ങൾ, ഈ ചെറിയ ഉള്ളിയും ഈ 2 തരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയിൽ അരയ്ക്കണം. അരച്ച് പേസ്റ്റ് പോലെ ആക്കണം. ഇത് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ട് ബാക്കി പറയാം. ഇപ്പൊ ഒരു മീൻചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുക. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ കുറച്ച് കൂടുതൽ വേണം. 3 ടേബിൾ സ്പൂൺ. എണ്ണയ്ക്കകത്തൊരു 1/4 ടീസ്പൂൺ ഉലുവ, എണ്ണയ്ക്കകത്ത് ഉലുവ ഇട്ടിരിക്കുക. ഇതൊരു 6 ചെറിയ ഉള്ളി ഷാലറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് നടുവേ കൂടെ കീറിയത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇപ്പൊ ഉലുവ ഈ എണ്ണക്കകത്ത് കിടന്ന് നന്നായിട്ട് ചുമന്ന് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 6 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 4 പച്ചമുളകും, 1 ടീസ്പൂൺ ഇഞ്ചി തീരെ പൊടിയായിട്ട് അരിഞ്ഞതും, 6 ചുമന്നുള്ളി നീളത്തിൽ കീറിയതും, 4 പച്ചമുളക് നടുവേ കീറിയതും, കറിവേപ്പില, 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും, കറിവേപ്പിലയും കൂടെ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിക്കണം. നേരത്തെ പറയാൻ വിട്ടുപോയി, സോറി. തീ കുറച്ച് കുറയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരണം. ഈ 4 സാധനങ്ങൾ ഇട്ടത് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂക്കണം. ഈ എണ്ണക്കകത്ത് ഇടണം. ഒരു വലിയ പീസ് കുടംപുളി കുതിർത്ത് 4-5 പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് ഈ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ അരച്ചത് ചേർക്കുക. നന്നായിട്ട് വഴണ്ട് വരണം. ഈ എണ്ണക്കകത്ത് ഈ മസാല ഇട്ടത് നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാല നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഞാൻ ബോംബെയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് എൻ്റെ അനിയത്തി പഠിപ്പിച്ച മീൻകറിയായത്. എടുക്കുന്നത് അനിയത്തിയുടെ മരുമോള് മനീഷ. ഞാനും ഇപ്പോഴാണ് ഈ മീൻകറി പഠിക്കുന്നത്. ഇവിടെ വന്ന് ഈ മീൻകറി കൂട്ടിയപ്പോഴാണ് നല്ല സ്വാദായിട്ട് തോന്നിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഉള്ളിയും മുളക് പൊടിയും കൂടെ അരച്ച് ചേർക്കുന്നത് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം എടുക്കും. ഇത് ഈ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴക്കണം. അതിലാ സ്വാദിരിക്കണം.
അടി പിടിക്കാതെ നോക്കണം. എണ്ണ നന്നായിട്ട് ഉള്ളത് കൊണ്ട് അടി പിടിക്കത്തില്ല. ഇപ്പൊ ഈ അരപ്പ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് വഴണ്ടു വന്നു, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. ഇപ്പൊ തീ കൂട്ടി വെച്ചിരിക്കാം. ഒരു വലിയ കുടംപുളി 5ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുക. ഇത് ചെറിയ ചെറിയ പീസായിട്ട് നന്നായിട്ട് കുതിർത്തതാ ഇത്. ഈ കുടംപുളിയുടെ പീസസും കൂടി ഇതിലോട്ട് ചേർക്കാം. കല്ലുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പ് കുറച്ച് ഒരു ആവശ്യത്തിന് കുറച്ച് ചേർക്കാൻ പറ്റാം. ഇത് തിളയ്ക്കണം. തിളച്ചിട്ടേ മീൻ കഷ്ണം ഇടത്തുള്ളൂ. ഇപ്പൊ മീൻകറിക്ക് ആവശ്യമുള്ളതെല്ലാം ചേർത്ത് കഴിഞ്ഞു. മീൻ മാത്രമേ ഉള്ളൂ ചേർക്കാനുള്ളത്. 1 ഗ്ലാസ് വെള്ളം, 1 വലിയ കുടംപുളി 5ആയിട്ട് കീറിയത് കുതിർത്തത് ഇട്ടിട്ടുണ്ട്. ഉപ്പും ചേർത്ത്. ഇനി ഇത് തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർക്കും. ഇപ്പൊ കറി തിളയ്ക്കാൻ തുടങ്ങി. നന്നായിട്ട് വഴറ്റിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുടംപുളി ഇട്ട് ഉപ്പും ചേർത്തത്. ഇതിപ്പോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഇത് ആവോലിയ, 350 ഗ്രാം ആവോലി. 350 ഗ്രാമിന് വേണ്ട അളവൊക്കെ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ മീൻകറി തിളച്ചോണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചുറ്റുക. ചെറുതായിട്ടൊന്ന് ചുറ്റണം. കുറച്ച് സമയം കൂടി ഇരുന്നോട്ടെ. ഒരു 3-4 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇതങ്ങ് എടുക്കാം. ഇപ്പൊ വാങ്ങാൻ പോവാ. ഇത് ഇരുന്ന് കുറച്ച് പറ്റും. ഇപ്പൊ അത് ഇങ്ങനെ ഇരിക്കുന്ന. പക്ഷെ ഇതിന്റെ ചാറ് കുറച്ചുകൂടെ കുറുകി വരും. കുറച്ച് സമയം കൂടെ ഇരിക്കുമ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സ്വാദായിട്ട് വരും. ഇതെല്ലാവരും വെച്ച് നോക്കണം. കമൻസ് അറിയിക്കണം. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ വെക്കാം. അയല, നെയ്മീൻ, അങ്ങനെ ഏത് മീനും ഇതുപോലെ വെക്കാവുന്നത്.